പുൽമേട്ടിൽ പ്രവേശിക്കരുത്. പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വല്ല പുലിയോ കടുവയോ കരടിയൊക്കെ പിടിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് വട്ടവടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൂന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 8.5 കിലോമീറ്ററാണ് വട്ടവടയിലേക്കുള്ളത്. അതിൽ 5 കിലോമീറ്റർ ഫോറസ്റ്റ് കൂട്ടിയുള്ള റൂട്ടാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ വട്ടവടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ അറിയാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വട്ടവടയിൽ പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം വണ്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഫുൾ ടാങ്ക് അടിച്ച് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ വട്ടവട ചെന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ജീപ്പ് ട്രക്കിംഗ് എടുക്കണം. കാര്യം ജീപ്പ് ട്രക്കിംഗ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ മിസ്സാവും. വട്ടവടയിലുള്ള ഒരുപാട് വ്യൂ പോയിന്റുകൾ, വാട്ടർഫാൾസ്, ഫാമുകൾ, ഇതൊക്കെ ഉള്ള ഏരിയയാണ് വരുന്നത്. അപ്പോൾ ജീപ്പ് ട്രക്കിംഗ് എടുത്താലും നമുക്ക് അവിടം വരെ ചെന്ന് എല്ലാ പോയിന്റുകളും ഓരോന്നോരോന്നായിട്ട് അവർ കാണിച്ചു തരും കേട്ടോ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ വൈകിട്ട് 6 മണിക്ക് മുമ്പായിട്ട് ചെക്ക് പോസ്റ്റ് കടക്കാൻ ശ്രദ്ധിക്കുക. 6 മണിക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്രയെന്നെങ്കിൽ നമ്മളെ കയറ്റിവിടില്ല. പിന്നെ ഏതായാലും നമ്മൾ അവിടെ വരെ പോയത് വേസ്റ്റായിട്ട് നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. മൂന്നാറിൽ നിന്ന് ചെക്ക് പോസ്റ്റിലേക്ക് 35 കിലോമീറ്ററാണ് വരുന്നത്. ഏകദേശം 1.5 മണിക്കൂറോടെ നമുക്ക് എത്താൻ സാധിക്കും. 1.5 മണിക്കൂർ ഒരിക്കലും കുറഞ്ഞു പോവില്ല, കൂടുതൽ സമയം എടുക്കാനേ സാധ്യതയുള്ളൂ. കാരണം പല വ്യൂ പോയിന്റിൽ വരുന്ന ബ്ലോക്കുകൾ, വളവ്, തിരിവ്, ഹെയർ പിൻ, ഇതൊക്കെ കയറി നമ്മളവിടെ എത്തുമ്പോൾ എങ്ങനെ ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂർ എടുക്കും. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ചെക്ക് പോസ്റ്റിലുള്ളവർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞുതരും. അത് കർശനമായിട്ട് നമ്മൾ പാലിക്കണം. അതിന് ബാധ്യസ്ഥരാണ്. അതായത് ഈ വഴിയിൽ, ഫോറസ്റ്റിൻ്റെ വഴിയിലൊന്നും വാഹനം നിർത്തരുത്. കൂടാതെ ഫോട്ടോസ്, വീഡിയോസ് എടുക്കാൻ വേണ്ടി വാഹനത്തിന് പുറത്തിറങ്ങാനൊന്നും ശ്രമിക്കരുത്. ബൈക്കിനും കാറിനും വഴി അലൗഡാണ്. നല്ല റോഡാണ്. ഒരു 4 മണി, വൈകിട്ട് 4 മണിയോട് കൂടി നമ്മൾ കയറിപ്പോയത്. ആ കയറിയപ്പോൾ തന്നെ എൻട്രൻസിൽ വെച്ച് തന്നെ കുറച്ച് കാട്ടുപോത്തുകൾ നമ്മുടെ വാഹനത്തിന് അപ്പുറം ഇപ്പുറം കൂടി പോയി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ക്യാമറയൊക്കെ ഓണാക്കി വന്നപ്പോഴേക്ക് നമ്മൾ പാസ് ചെയ്ത് പോയായിരുന്നു. വട്ടവടയിലെ ടൗൺ ഏരിയയിൽ 2-3 ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളേരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. 2 നൈറ്റ് നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടോ. സാധാരണ രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകുന്ന ടൂറിസ്റ്റുകളാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരു ദിവസം ഈവനിങ് വന്നിട്ട് പിറ്റേ ദിവസം നൈറ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പോകുന്ന ആളുകൾ. പക്ഷേ നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്തതെന്ന് പറയുമ്പോൾ 2 ദിവസം സ്റ്റേ അടിച്ച് കാണാൻ എന്താണ് അതിന് മാത്രം അവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഫാമിലിയായിട്ടാണ് വട്ടവടയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നല്ല ഭക്ഷണം, നല്ല താമസം. നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല വ്യൂവോട് കൂടിയ ഒരു സ്റ്റേ കിട്ടി. PK Mist എന്നാണ് അതിൻ്റെ പേര്. അവൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നല്ല എല്ലാ ഫുഡും കിട്ടുന്ന 2 റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റും ആംബിയൻസും അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. വട്ടവടയിൽ നമ്മൾ ജീപ്പ് ട്രക്കിംഗ് എടുത്തായിരുന്നു. 4-5 മണിക്കൂർ നിന്നുള്ള ട്രക്കിംഗാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ താമസിച്ച അക്കോമഡേഷൻ്റെ സൗകര്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഹണി മ്യൂസിയം നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ വട്ടവടയിലെ എല്ലാ വീഡിയോസും കൂടി, ഫാമിൻ്റെ വീഡിയോസുകൾ, സെപ്പറേറ്റ് ഫാമുകൾ നമ്മൾ പോയായിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. വട്ടവടയിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കയറി കാണാം. പിന്നെ ശനി, ഞായർ, മറ്റൊഴിവ് ദിവസങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് മാക്സിമം ഒഴിവാക്കുക. വട്ടവട, മൂന്നാർ ഭാഗങ്ങളിലോട്ടൊക്കെ. കാര്യം നല്ല തിരക്കാണ്. പോരാത്തിന് വെക്കേഷൻ ടൈമാണ്. ഭയങ്കര ബ്ലോക്കാണ്. നിങ്ങൾ 3-4 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇട ദിവസങ്ങളിലും തിരക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇട ദിവസങ്ങൾ നോക്കി വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വട്ടവടയിലേക്ക്, മൂന്നാറിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കണേ.